കേരളത്തിൽ മതങ്ങൾ നിയന്ത്രിക്കപ്പെടുന്നവർ ഭരണത്തിലേറിയതോടുകൂടി ഈ നാടിന്റെ മതസൗഹാർദ്ദം തകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോ കാസർഗോഡ് വിദ്യാഭ്യാസ മന്ത്രിക്കെതിരെ നടന്ന പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ സംഘികൾ തെരുവിൽ അഴിഞ്ഞാടുകയാണ്. മുസ്ലിം ലീഗിന്റെ മന്ത്രിയെ മതം പറഞ്ഞു തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായി നിലനിന്നിരുന്ന മതസൗഹാർദ്ദം തെരുവിൽ വെല്ലുവിളിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. വിളിക്കണ്ട നമ്മളെ ജനസംഖ്യ കൊണ്ടുപോയത് മാത്രമാണ്. പൂവണ്ണ വിളിക്കണ്ട, പൂവണ്ണ വിളിക്കാണ്ട് പറയാമല്ലോ. जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय भारत माता, जय जय बीजेपी, जय जय बीजेपी, जय जय बीजेपी. നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, നാട്ടുകാരെ നിങ്ങൾ അറിഞ്ഞോ, ഇതുപോലൊരു നാര്യമന്ത്രി, ഇതുപോലൊരു നാര്യമന്ത്രി കേരള നാട് കണ്ടിട്ടില്ല, കേരള നാട് കണ്ടിട്ടില്ല. ജയ് ജയ് ഭാരത് മാതാ, ജയ് ജയ് ബിജെപി, ജയ് ജയ് ബിജെപി. സംഘികൾക്ക് മേനോൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നതിന് ശേഷം വല്ലാത്തൊരു ആവേശം വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ നടപടിയെടുത്തതിന്റെ ഭാഗമായി ഇന്ന് കണ്ട പ്രതിഷേധത്തിൽ ബി.ജെ.പി. നേതാവായിട്ടുള്ള സംഘിണിയുടെ പെർഫോമൻസ് നാടൊന്ന് കണ്ടേ. വി.ഡി. സവർക്കർ ചോദ്യവുമായി ബന്ധപ്പെട്ട് അധ്യാപകനെതിരെ സസ്പെൻഷൻ നടപടിയെടുത്തതിൽ പ്രതിഷേധിച്ചുള്ള ബി.ജെ.പിയുടെ സമരം അതിപ്പോ പ്രവർത്തകർ പോലീസ് വാഹനത്തിന് ചുറ്റുമാണ് നിൽക്കുന്നത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. അതിനെതിരെയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടുന്ന് പോകുന്നില്ല, വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണം. ഞങ്ങൾ പോകുന്നില്ല, ഇത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ്. ഒരാൾക്കും ഇവിടുന്ന് പുറത്തു പോകേണ്ട അനുവാദം ഇല്ല. ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. അത് നോക്കാം എങ്ങനെ വണ്ടി പോകുന്ന നോക്കട്ടെ. അങ്ങനെ വിടുന്നില്ല, വെറുതെ വിടുന്നില്ല. ഇവരെ ദൗർജന്യം അവർ കൊണ്ടിരിക്കട്ടെ. മുസ്ലിം ലീഗിന്റെ ദൗർജന്യം, കോൺഗ്രസ് ദൗർജന്യം അവർ എടുത്തിരിക്കട്ടെ, നമ്മളെടുത്ത് വേണ്ട. ജയ് ജയ് വി.ഡി. സവർക്കർ, ജയ് ജയ് വി.ഡി. സവർക്കർ, ജയ് ജയ് ഭാരത് മാതാ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായിട്ടുണ്ട്. ഷഹീദ്, ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം കാണുന്നു. ഇപ്പോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഈ അധ്യാപന മറ്റു വിഷയങ്ങളിൽ ചില തീരുമാനങ്ങളൊക്കെ വരികയും ചെയ്യുന്നുണ്ട്. രണ്ട് വിഷയങ്ങളാണ് സജീവമായി നിൽക്കുന്നത്. സവർക്കർ ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട പ്രതിഷേധം എങ്ങനെയാണ് പോകുന്നത്? നേരത്തെ അവിടെ ഈ സമരക്കാർക്കെതിരെ കൂവുന്നതുമൊക്കെ കണ്ടിരുന്നല്ലോ. ദിബീഷ്, ഇപ്പോൾ കാസർഗോഡ് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീന്റെ പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. ആ പരിപാടിയിലേക്കാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രവർത്തകരെത്തിയത്. ആ പ്രതിഷേധവുമായി എത്തിയത് സവർക്കറിന്റെ അനുകൂലിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ സവർക്കറെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യപേപ്പർ വിദ്യാഭ്യാസ വകുപ്പ് കാസർഗോഡ് ഉപജില്ലയിൽ ഉൾപ്പെടുത്തിയുമായി ബന്ധപ്പെട്ടാണ് വിവാദമുണ്ടായത്. അതിൽ ആ ചോദ്യം പേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ വിദ്യാഭ്യാസ വകുപ്പ് സസ്പെൻഡ് ചെയ്തിരുന്നു. ആ സസ്പെൻഷൻ നിലനിൽക്കുക. സസ്പെൻഷനെതിരെയാണ് ഇപ്പോൾ ബി.ജെ.പി. പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മന്ത്രിക്ക് പിന്തുണയുമായി അവിടെ ലീഗ് പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. ബി.ജെ.പി. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അറസ്റ്റ് ചെയ്യാനുള്ള പോലീസിന്റെ ശ്രമത്തിന് അല്ലെങ്കിൽ അറസ്റ്റിനെതിരെയും ഇപ്പോൾ ബി.ജെ.പിയുടെ പ്രതിഷേധം അവിടെ നടക്കുന്നുണ്ട്. ആ രീതിയിലാണ് അപ്പോൾ അവിടെ കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് അവിടെ വിവിധ പരിപാടികൾ പങ്കെടുക്കുന്നുണ്ട്. ആ പരിപാടികളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കാനാണ്, ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് ബി.ജെ.പി. യുവമോർച്ച സംഘടനകളുടെ തീരുമാനം. ആ പ്രതിഷേധമാണ് നടക്കുന്നത്. അവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് പോലീസ് നീക്കുകയാണ്. ദിവിഷ്.
BJP കാസർഗോഡ് അധ്യക്ഷ അശ്വിനിയുടെ നേതൃത്വത്തിലാണ് ഈ സവർക്കർ ചോദ്യാവലിയുമായി ബന്ധപ്പെട്ട് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിലുള്ള ഒരു പ്രതിഷേധം നടന്നത്. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് തന്നെ ചില പ്രവർത്തകരെ നീക്കുകയും ചെയ്തു. എവിടെയെങ്കിലും കേവലം 3 MLA-മാരുള്ളിടത്ത് ഇങ്ങനെ ആ പാർട്ടി അഴിഞ്ഞാടും. പക്ഷെ കേരളത്തിൽ ഇത്രയും കാലം മാളത്തിലിരുന്നവർ ഇപ്പോൾ തട്ടുടുത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എല്ലാം അവർക്ക് തോന്നും പോലെ ഈ നാട്ടിൽ ചെയ്യും, ആരിവിടെ ചോദിക്കാൻ എന്നൊരു ശൈലിയിലേക്ക് സംഘപരിവാറിന് ഇത്രയും ആത്മവിശ്വാസം വന്നത് എവിടെ നിന്നാണ്? അവിടെയാണ് നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നവർ അധികാര കസേരയിൽ എത്തിയപ്പോൾ ഇപ്പോ മതം പറഞ്ഞ് വേർതിരിഞ്ഞു നിന്നാണ് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്യപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും മതത്തിന്റെ പേരിലുള്ള വിഭജനവും അതിന്റെ പേരിലുള്ള ഇത്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും എന്തിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുന്നതെന്ന് ആർക്കും ചിന്തിക്കാവുന്നതാണ്. കേരളത്തിന്റെ മതേതരത്വത്തിനേറ്റ മുറിവുകളുടെ ഉദാഹരണം നമ്മുടെ നാട്ടിലുണ്ട്. അന്നും കേരളം ഭരിച്ചിരുന്നത് കോൺഗ്രസുകാരാണ്. ഇന്നും അതേ മതേതരത്വത്തിന് കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന് ശേഷം ലീഗിനെ കൂടി ചേർത്ത് മതവികാരമിളക്കി അധികാര കസേര നേടി. അങ്ങനെ വികാരം കൊണ്ട് അധികാര കസേര കിട്ടി. പക്ഷേ എന്ത് നഷ്ടപ്പെട്ടു? മനുഷ്യന്റെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുകയാണ്. തെരുവിൽ മതം പറഞ്ഞുള്ള വെല്ലുവിളികൾ തുടരുകയാണ്. ഹിന്ദുവും മുസ്ലിമുമായി മാറിക്കഴിയുകയാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ കേരളത്തിന്റെ ഭരണം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാം. ഇത്രയും കാലം ഇവരെല്ലാം ഈ നാട്ടിലുണ്ടായിരുന്നു. പക്ഷേ ഇത്ര അപകടകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ആരും മുതിർന്നില്ല. പൊടുന്നനെ ഈ ആത്മവിശ്വാസം വന്നിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഈ നാട്ടിൽ കാണിച്ചാൽ കുഴപ്പമില്ല എന്നുള്ള ആത്മവിശ്വാസം എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? ഒറ്റ ഉത്തരമേ ഉള്ളൂ. ആ ആത്മവിശ്വാസമാണ് മുഖ്യമന്ത്രി കസേര എന്ന് നിസ്സംശയം പറയാം. അവിടെ ഇരിക്കുന്ന വ്യക്തി അവരുടെ ആളാണെന്ന തോന്നൽ അവർക്ക് ഇതിനൊക്കെ ധൈര്യം പകരുന്നുണ്ട്. നേരത്തെ ഇരുന്ന വ്യക്തിക്ക് സംഘി ചാപ്പയൊക്കെ കുത്തിക്കൊടുത്തിട്ടുണ്ടെങ്കിലും ലീഗന്മാർക്കെല്ലാം അന്തസ്സായിട്ട് ഈ നാട്ടിലൂടെ ധൈര്യസമേതം നടക്കാമായിരുന്നു, സഞ്ചരിക്കാമായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അതിന് പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട് എന്നതിന്റെ തെളിവാണ് കാസർഗോഡ് കണ്ടിരിക്കുന്നത്. ഒരു മന്ത്രി ഒരു അധ്യാപകനെതിരെ നടപടിയെടുത്താൽ ആ മന്ത്രിക്ക് പിന്നെ വഴി സഞ്ചരിക്കാൻ പറ്റില്ല. ആരെക്കൊണ്ട്? ജനങ്ങളുടെ പ്രതിഷേധമല്ല, ഹിന്ദുക്കളുടെ പ്രതിഷേധം കൊണ്ട്. 70 ദിവസം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം നോക്കണേ.